മൊഡ്യൂൾ 4 സ്ട്രെയിൻ എനർജി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻസും ഇക്വേഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു. കുറച്ച് കേസസ് പഠിച്ചിരുന്നു. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, സഡൻലി അപ്ലൈഡ് ലോഡ്, ഇമ്പാക്റ്റ് ലോഡ്, ആ കേസസിലൊക്കെയുള്ള സ്ട്രെയിൻ എനർജി, അതിൻ്റെ ഡെറിവേഷൻ, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ഷിയർ ലോഡ്. അപ്പോൾ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ഷിയർ ലോഡ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് എൽ, ഹൈറ്റ് എച്ച് ആൻഡ് വിഡ്ത്ത് എച്ച്. എച്ച് തന്നെ ആയിരിക്കും അതിൻ്റെ വിഡ്ത്തും. നമുക്ക് വേണമെങ്കിൽ വിഡ്ത്തിനെ എന്ത് ചെയ്യാം, ബി എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ബി എന്ന് പറയുന്നതും ഹൈറ്റ് എച്ച് എന്ന് പറയുന്നതും സെയിം ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇങ്ങനെയൊരു ക്യൂബ് എന്ന് പറയാം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡബ്ല്യു അല്ലെങ്കിൽ ബി എന്ന് പറയുന്നതും ഈ ഹൈറ്റ് എച്ചും സെയിം ആണ്. ലെങ്ത് എൽ ആണ്. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിളാണ്. ഇതാണ് എ ബി സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഇതാണ്. സോ അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോയാണ്. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഫൈ ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് ജി. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ എന്ത് സംഭവിക്കും? ഇതിനൊരു ഡിഫോർമേഷൻ സംഭവിക്കും. ഈ ബോഡിയുടെ ഒരു ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡി ഡി ഡാഷിലേക്കും സി എന്ന് പറയുന്നത് സി ഡാഷിലേക്കും മാറും. ഡിഫോർമേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ എ ഡി ഡാഷ് സി ഡാഷ് ബി അല്ലെങ്കിൽ എ ബി സി ഡാഷ് ഡി ഡാഷ് എന്ന രൂപത്തിലേക്ക് മാറും. സോ അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഡി എ ഡി ഡാഷ് എന്ന് പറയുന്നതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളും സി ബി സി ഡാഷ് എന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും ഫൈ ആയിരിക്കും. സോ ആ ഫൈ തന്നെ ആയിരിക്കും എന്ത്? നമ്മുടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് ഫസ്റ്റ് ഷിയർ സ്ട്രെസ് ടോ എന്താണെന്ന് നോക്കാം. ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? ഫോഴ്സ് ബൈ ഏരിയ ആണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഷിയർ സ്ട്രെസ് ആകുമ്പോൾ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പി ആണ്. ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് ഏരിയ ഡിനോട്ട് ചെയ്യാം. സോ പി ബൈ ഏരിയ, പി ബൈ എൽ ഇൻറ്റു എച്ച്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. പി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എച്ച് ഇൻറ്റു ടോ. പി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു എൽ ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതാം. സോ നമുക്ക് ആ ഫിഗറിൻ്റെ അകത്തു നിന്ന് തന്നെ ഷിയർ സ്ട്രെയിൻ നമുക്കൊരു എക്സ്പ്രഷൻ എഴുതാം. ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ടോ. ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ടോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ടോയ്ക്ക് നമുക്ക് എഴുതാം ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ എന്തോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്തായിരിക്കും? സി ഡാഷ് ഡിവൈഡഡ് ബൈ സി ബി എന്ന് നമുക്ക് എഴുതാം. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു സി ഡാഷ് ഡിവൈഡഡ് ബൈ സി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏതാണ്? ഈ ഒരു ഭാഗത്തിന് ഓപ്പോസിറ്റ്, ഈ ആംഗിൾ ഫൈ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് സി ഡാഷ്. അഡ്ജസൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതാണ്? സി ഡാഷ് ബൈ സി ബി ഈസ് ഈക്വൽ ടു ടാൻ ഫൈ എന്ന് എഴുതി. നമുക്ക് ടാൻ ഫൈയുടെ വാല്യൂ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈ എന്ന് തന്നെ എഴുതാം. ടാൻ ഫൈ വളരെ ചെറുതായതുകൊണ്ട് നമുക്കതിനെ സിമിലർ ടു ഫൈ എന്ന് എഴുതാം. ടാൻ ഫൈ ഈസ് സിമിലർ ടു ഫൈ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. ടാൻ ഫൈക്ക് വരെ എന്ത് എഴുതാൻ പറ്റും? ഫൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഫൈ ഈസ് ഈക്വൽ ടു സി ഡാഷ് ബൈ സി ബി എന്ന് നമുക്ക് എഴുതാം. ഫൈ ഈസ് ഈക്വൽ ടു സി ഡാഷ് ബൈ സി ബി. അതാണ് അവരിവിടെ എഴുതിയിട്ടുള്ളത്. ഫൈ ഈസ് ഈക്വൽ ടു സി ഡാഷ് ഡിവൈഡഡ് ബൈ സി ബി. അതിൻ്റെ അകത്തുനിന്നും സി ഡാഷിന് എന്ത് ചെയ്തു? സി ബി ഇൻറ്റു ഫൈ എന്നിവർ എഴുതി. ഓക്കെ, ഇഫ് ദ ഷിയർ ഫോഴ്സ് പി ഈസ് അപ്ലൈഡ് ഗ്രാജുവലി ദെൻ ആവറേജ് ലോഡ്. ടോട്ടൽ ലോഡ് പി ആണെങ്കിൽ ആവറേജ് ലോഡിന് നമുക്ക് എന്ത് എഴുതാം? പി ബൈ ടു എന്ന് എഴുതാം. നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ ഗ്രാജുവലി അപ്ലൈഡ് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ആ വർക്ക് ചെയ്യാനായിട്ട് അവിടെ എടുത്ത ആവറേജ് ഫോഴ്സ് ഇൻറ്റു ആ വർക്കിൻ്റെ റിസൾട്ടിങ് ആയിരിക്കും എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? നമ്മുടെ ഈ ഫിഗർ നോക്കിയാൽ കാണാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡി ഡാഷ് അല്ലെങ്കിൽ സി ഡാഷ് ഇത്രയായിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആവറേജ് ഫോഴ്സ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് പി ബൈ ടു ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? പി ബൈ ടു ആവറേജ് ലോഡ് പി ബൈ ടു ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സി ഡാഷ്. സോ പി ബൈ ടുവിന് ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. പിക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? പി ഇസ് ഈക്വൽ ടു ടോ എൽ ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? പി ബൈ ടു എന്നുള്ളതിന് പകരം ടോ എൽ ബൈ എച്ച് ഇൻറ്റു 1/2 ആവറേജ് ലോഡ് ഇൻറ്റു 1/2 കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഡിസ്റ്റൻസിന് പകരം എന്ത് എഴുതാം? സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി ബി ഇൻറ്റു ഫൈ ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സി ബി ഇൻറ്റു ഫൈ. ഓക്കെ, ഇതൊന്നും നോക്കണ്ട, അതിപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ വരെ കിട്ടി. ഹാഫ് ഇൻറ്റു ടോ എൽ എച്ച് ഇൻറ്റു സി ബി ഇൻറ്റു ഫൈ എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്
ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു എൽ ഇൻറ്റു സി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കൊന്നുകൂടെ ബാക്കിലേക്ക് പോവാം. ഫിഗർ നോക്കിയാൽ കാണാം. സി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് സി ബി എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റിനെയാണ്. ആ ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. അപ്പോൾ സി ബിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? എച്ച് എന്ന് തന്നെ എഴുതാം. സോ ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു എൽ ഇൻറ്റു എച്ച് ഇൻറ്റു സി ബിക്ക് വരെ എന്ത് ചെയ്തു? ഒരു എച്ചും കൂടി ഇവിടെ എഴുതി. എച്ച് ഇൻറ്റു 5. ഓക്കെ, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു എൽ ഇൻറ്റു എച്ച് ഇൻറ്റു 5 എന്ന് നമ്മൾ എഴുതി. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നതും സെയിം ആണ്. എച്ചും ബിയും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് മുമ്പിലത്തെ ഇവിടെ എഴുതി എന്താണ്? 2 എച്ചിന് പകരം ഇതിൻ്റെ അകത്ത് ഒരു എച്ചിനെ നമുക്ക് എന്ത് എഴുതാം? ബി എന്ന് എഴുതാം. ബിക്കോസ് എച്ച് ഈസ് ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ബി എന്ന് എഴുതാം. ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു 5 ഇൻറ്റു എൽ ഇൻറ്റു എച്ചിന് പകരം ബി ഇൻറ്റു എച്ച് എന്ന് നമ്മൾ എഴുതി. ഇവിടെ ഒരു ബി ആണ് എച്ചിന് പകരം എഴുതിയത്. ഇനി ഈ എക്സ്പ്രഷൻ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം? മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സ്ട്രെയിൻ ഫൈ എന്ന് പറയുന്ന സ്ട്രെയിന് പകരം എന്ത് എഴുതാം? സ്ട്രെസ് ബൈ ജി എന്ന് എഴുതാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫൈ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ ജി അല്ലേ? നമ്മുടെ ഹുക്സ് ലോ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ. അതേപോലെ ഷിയറിൻ്റെ കേസ് വരുമ്പോൾ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ജി എന്ന് പഠിച്ചതുപോലെ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിരിക്കും സ്ട്രെയിൻ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫൈക്ക് പകരം ഇവിടുത്തെ ഫൈക്ക് പകരം ഈ ഒരു ഫസ്റ്റ് എക്സ്പ്രഷനത്തെ ഫൈക്ക് പകരം എന്ത് എഴുതാം? ഷിയർ സ്ട്രെസ് ബൈ ജി എന്ന് എഴുതാം. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോയാണ്. ടോ ബൈ ജി എന്ന് എഴുതാം. സോ ഇവിടെ എന്ത് ചെയ്തു? ടോ ബൈ ജി എന്ന് എഴുതി. അടുത്ത ബാക്കി വരുന്ന മൂന്ന് ടേംസ് ഏതൊക്കെയാണ്? എൽ ഇൻറ്റു എച്ച് ഇൻറ്റു ബി. എൽ ഇൻറ്റു എച്ച് ഇൻറ്റു ബിക്ക് എന്ത് എഴുതാം? വോളിയം എന്ന് എഴുതാം. എൽ ഇൻറ്റു എച്ച് ഇൻറ്റു ബി, അതാണ് വോളിയം ഇവിടെ എഴുതിയത്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നമുക്കിപ്പോൾ എങ്ങനെ കിട്ടി? ഹാഫ് ഇൻറ്റു ടോ ബൈ ജി ഇൻറ്റു വോളിയം ഓഫ് ദ ബ്ലോക്ക് വി. അപ്പം ഹാഫ് ഇൻറ്റു ടോയും കൂടെ എന്താവും? ടോ സ്ക്വയർ ആവും ബൈ ജി ഇൻറ്റു വോളിയം. ഹാഫ് ഇൻറ്റു ടോ സ്ക്വയർ ബൈ ജി ഇൻറ്റു വോളിയം എന്ന് നമുക്ക് കിട്ടും. എന്ത്? വർക്ക് ഡൺ. നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോർഡ് സ്ട്രെയിൻ എനർജി. വർക്ക് ഡൺ, ഒരു ബോഡിയിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? ഇതായിരിക്കും നമ്മുടെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടി? ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം എന്ന് കിട്ടി. ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ റെക്റ്റാങ്കുലർ ബോഡിയിൽ അതിൻ്റെ സ്ട്രെയിൻ എനർജി, സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം ആയിരിക്കും. ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷിയർ സ്ട്രെസ് ആയിരിക്കും. ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിരിക്കും. വി എന്ന് പറഞ്ഞാൽ വോളിയം ആയിരിക്കും. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം സിമിലർ നോക്കാം. എ റെക്ടാങ്കുലർ ബോഡി 500 mm long, 100 mm wide and 50 mm thick, subjected to a shear stress of 100 MPa. Determine the strain energy stored in the body. Take G is equal to 85 GPa. So ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം ആണ് തന്നിട്ടുണ്ട്. സോ വോളിയം കണ്ടുപിടിക്കാനുള്ള ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. സോ 100 ഇൻറ്റു 500 ഇൻറ്റു 50 ചെയ്താൽ മതി. 100 ഇൻറ്റു 500 ഇൻറ്റു 50 ചെയ്യുമ്പം 2.5 ഇൻറ്റു 10⁻⁶ എന്ത് കിട്ടി? വോളിയം നമുക്ക് കിട്ടി. ഇനി ജി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഇക്വേഷൻ്റെ വോളിയം നമുക്ക് കിട്ടി, ജി നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടോ എത്രയാണ്? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ടോയുടെ വാല്യൂ ടേക്ക് ഷിയർ സ്ട്രെസ് 100 MPa എന്ന് തന്നിട്ടുണ്ട്. സോ 100 എടുക്കുക. എന്താണ്? ടോ സ്ക്വയറിന് പകരം 100 സ്ക്വയർ, ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ആൻസർ എന്ത് കിട്ടും? 147.058 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഒന്നും കണ്ടുപിടിക്കാമല്ലോ, ഡയറക്റ്റ് വോളിയം മാത്രം കണ്ടുപിടിക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം എന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. എന്തിൻ്റെ കേസിലാണ്? റെക്റ്റാങ്കുലർ ബോഡിയുടെ കേസിലാണ്. മാറിപ്പോയില്ലേ? റെക്റ്റാങ്കുലർ ബോഡി എന്ന് പറഞ്ഞാണ് പ്രോബ്ലം വന്നേക്കുന്നത്. സോ അന്നേരം ഓർത്തോണം, റെക്റ്റാങ്കുലർ ബോഡിയിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലമാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഇലാസ്റ്റിക് സ്ട്രെയിൻ ഫോർ ടോർഷണൽ ലോഡ്. ടോർഷണൽ ലോഡിൻ്റെ കേസിൽ നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ പോലെ തന്നെ ആയിരിക്കും. എന്താണ്? ഈ ബോഡി ഷിയർ സ്ട്രെയിൻ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി എന്താണ് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഷിയർ സ്ട്രെയിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. U is equal to ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം. എന്ത് കേസിലാണ്? സ്റ്റോർ ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കാരണം ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ഷിയർ സ്ട്രെയിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. U is equal to ടോ സ്ക്വയർ ബൈ 2g. പക്ഷേ
നമ്മുടെ ഒരു ഷാഫ്റ്റിൻ്റെ ഒക്കെ കേസിൽ ടോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് മുകളിലേക്ക് പുറത്തേക്ക് വരുന്തോറും ടോർഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും അല്ലേ. മാക്സിമം വാല്യൂ എവിടെ ആയിരിക്കും? ഔട്ടർ സർഫസിൽ മാക്സിമം വാല്യൂ, ഇന്നർ സർഫസിൽ 0 ആയിരിക്കും. പുറത്തേക്ക് പോകും തോറും വാല്യൂ ടോർഷൻ ആ കേസിൽ വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല, മാറിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷനും ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോർ എ സ്റ്റഡി കൺസിഡർ എ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. സോ ഓക്കെ, റേഡിയസിനെ നമുക്ക് ക്യാപിറ്റൽ R എന്ന് എഴുതാം. സോ ഇറ്റ്സ് ഓൾസോ ഡിനോട്ടഡ് ആസ് D/2. അപ്പോൾ ഡയമീറ്റർ ക്യാപിറ്റൽ D ആണ്. ഇവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ആണ്. ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് L ആണ്. അപ്പോൾ നമുക്കിത് ഫുള്ള് പഠിക്കാതെ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. DR തിക്നെസ് ഉള്ള, കൺസിഡർ ആൻ എലമെൻ്റൽ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് DR അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ ലെറ്റർ R ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ്. അത് തിക്നെസ് DR ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ R എന്ന് എഴുതാം, DR എന്ന് എഴുതാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഇനി പഠിക്കുന്ന എന്താണ്? ഫസ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ കാര്യം മാത്രമായിരിക്കും. എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ കാര്യം മാത്രമായിരിക്കും ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഏരിയ ഓഫ് ദ എലമെൻ്റൽ സ്ട്രിപ്പ് എന്തായിരിക്കും? 2πr ഇൻറ്റു അതിൻ്റെ തിക്നെസ് എത്രയാണ്? ഡെൽറ്റ R അല്ലെങ്കിൽ DR. 2πr ഇൻറ്റു ഡെൽറ്റ R ആയിരിക്കും അതിൻ്റെ തിക്നെസ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്. 2πr ഇൻറ്റു ഡെൽറ്റ R ഇൻറ്റു ലെങ്ത് ചെയ്തപ്പോൾ വോളിയം കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏരിയ കിട്ടി, വോളിയം കിട്ടി. അപ്പോൾ നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു എക്സ്പ്രഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്തിരുന്നതാണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ് റേഡിയസ്. ആ ബോഡിയുടെ റേഡിയസ് R ആകുമ്പം അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ടോ ആയിരിക്കും. അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്ത എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്. അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോ ഡാഷ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതിനെ നമുക്കൊരു റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണെന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ R ക്യാപിറ്റൽ ലെറ്റർ ബൈ R ഈസ് ഈക്വൽ ടു ടോ ബൈ ടോ ഡാഷ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ചു എഴുതാം. സ്മോൾ ലെറ്റർ R ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ R ഈസ് ഈക്വൽ ടു ടോ ഡാഷ് ഡിവൈഡഡ് ബൈ ടോ എന്ന് നമുക്ക് എഴുതാം. അതാണ് അവരിവിടെ എഴുതിയിട്ടുള്ളത്. ടോ ഡാഷ് ബൈ ടോ ഈസ് ഈക്വൽ ടു R ബൈ R. ഓക്കെ, ടോ ഡാഷ് ബൈ ടോ ഈസ് ഈക്വൽ ടു R ബൈ R എന്ന് അവരിവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു റേഷ്യോ നമ്മൾ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിന്ന് ടോ ഡാഷ് കണ്ടുപിടിക്കണം. ടോ ഡാഷ് ഈസ് ഈക്വൽ ടു R ബൈ R ഇൻറ്റു ടോ, R ബൈ R ഇൻറ്റു ടോ എന്ന് എഴുതി. ടോ ഡാഷ് ഈസ് ഈക്വൽ ടു R ബൈ R ഇൻറ്റു ടോ എന്ന് എഴുതി. ഇനി നമ്മൾ ത്രൂ ഔട്ട് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കുന്നു. ആ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടോ ബൈ R ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു R ബൈ R സ്ക്വയർ ചെയ്തപ്പം ഇവിടെ ഒരു സ്ക്വയർ വരും. അതാണ് ടോ ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ഇൻറ്റു R ബൈ R സ്ക്വയർ. ടോ ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ഇൻറ്റു R ബൈ R ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ഇൻറ്റു R ബൈ R ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു റേഷ്യോ എഴുതി. ടോ ഡാഷ് ബൈ ടോ ഈസ് ഈക്വൽ ടു R ബൈ R എന്ന് എഴുതി. സ്മോൾ ലെറ്റർ ബൈ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് എഴുതി. അതിൻ്റെ അകത്തുനിന്ന് ടോ ഡാഷിന് ഒരു എക്സ്പ്രഷൻ കിട്ടി. ടോ ഇൻറ്റു R ബൈ R എന്ന് കിട്ടി. അതിനെ ത്രൂ ഔട്ട് ഒന്ന് സ്ക്വയർ ചെയ്തു. അപ്പോൾ ടോ ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ R സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇത്രയായിരിക്കും എന്ത്? എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ എനർജി. നമ്മളിപ്പോൾ ആ ഒരു എലമെൻ്റൽ സ്ട്രിപ്പാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എലമെൻ്റ് അവിടുത്തെ സ്ട്രെയിൻ എനർജീനെ നമുക്ക് എന്ത് എഴുതാം? എലമെൻ്റൽ സ്ട്രെയിൻ എനർജി എന്ന് എഴുതാം. ആ ഒരു ബോഡി ആ ഒരു എലമെൻ്റൽ സ്ട്രിപ്പിലുള്ള സ്റ്റോർ ചെയ്യുന്ന എനർജീനെ എലമെൻ്റൽ സ്ട്രെയിൻ എനർജി എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ഓൾറെഡി നമ്മളിവിടെ സ്ട്രെയിൻ എനർജി എക്സ്പ്രഷൻ എഴുതി വെച്ചു. എന്താണ്? സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ഇൻറ്റു വോളിയം. അപ്പോൾ എലമെൻ്റൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ എലമെൻ്റൽ ബോഡിയുടെ ടോ സ്ക്വയർ ഇൻറ്റു ടോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ഇൻറ്റു വോളിയം. ടോ സ്ക്വയർ എന്തായിരിക്കും? നമ്മൾ ടോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോ ഡാഷ് സ്ക്വയർ. എലമെൻ്റൽ ബോഡിയെ എടുക്കുമ്പം ടോ അല്ല എടുക്കേണ്ടത്, ടോ ഡാഷ് ആണ് എടുക്കേണ്ടത്. സോ ടോ ഡാഷ് സ്ക്വയർ ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഡാഷ് സ്ക്വയർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 2g എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പം ടോ ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ടോ സ്ക്വയർ R സ്ക്വയർ ബൈ R സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ വോളിയം എന്തായിരിക്കും? 2πr ഇൻറ്റു ഡെൽറ്റ R ഇൻറ്റു L എന്ന് കിട്ടി. നമുക്ക് ഇവിടെ ടോ സ്ക്വയർ ഉണ്ട്, ഒപ്പം ഡിവൈഡഡ് ബൈ 2g. ഓക്കെ, ഇതിൻ്റെ ഓരോ ടൈംസ് നോക്കിയാൽ മതി. ടോ സ്ക്വയർ എന്ന് പറയുന്നത് ടോ ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ഡിവൈഡഡ് ബൈ 2g. വോളിയം എന്ന് പറഞ്ഞാൽ 2πr ഡെൽറ്റ R ഇൻറ്റു L. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. 2πr ഡെൽറ്റ R ഇൻറ്റു L എന്ന് കിട്ടി. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ടോ സ്ക്വയറിന് പകരം, ഈ കിടക്കുന്ന ടോ സ്ക്വയറിന് പകരം എന്ത് ചെയ്തു?
ഈ ഒരു എക്സ്പ്രഷൻ എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടോ സ്ക്വയർ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ബാക്കി സെയിം 2πr ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു എൽ ബൈ 2g നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇത്രയും നമുക്ക് എക്സ്പ്രഷൻ കിട്ടി. എന്തിന്? നമ്മുടെ എലമെൻ്റൽ സ്ട്രെയിൻ എനർജി ഇക്വേഷനാണ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്നും കൂടെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ 2 ഉണ്ട്, അതൊക്കെ കട്ടായി പോവും. അതേപോലെ ഇവിടെ ഒരു ആറുണ്ട്, ആറും കൂടെ r³ മാറും. അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം നമുക്ക്. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ് ഇവിടെ ടോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോ സ്ക്വയർ ഇൻറ്റു 2πr³ ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു എൽ ബൈ 2g r² എന്ന് കിട്ടി. ഇതാണ് സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ എലമെൻ്റൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഫോർ എ എലമെൻ്റൽ സ്ട്രിപ്പ്. ഇനി നമുക്ക് ടോട്ടൽ ബോഡിയുടെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കിട്ടിയ എക്സ്പ്രഷനെ 0 to r ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മുടെ ബോഡിയുടെ റേഡിയസ് ഫുൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻറ്റ് 0 ആണ്, ഔട്ടറിലെ റേഡിയസ് r ആണ്. സോ 0 to ക്യാപിറ്റൽ ലെറ്റർ r എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ്റഗ്രൽ 0 to r ടോ സ്ക്വയർ 2πr³ ഡെൽറ്റ ആർ ഇൻറ്റു എൽ ബൈ 2g r² എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് കുറേ ടൈംസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. 0 to r റേഡിയസ് മാത്രം നമുക്ക് എടുത്താൽ മതി. എന്ത് ചെയ്താൽ 0 to r മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇൻ്റഗ്രൽ π² 2 കട്ടായി പോവും. π² അല്ല, ടോ സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ g r² പുറത്ത് വരും. ടോ സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു എൽ ബൈ g r² എന്ന് പറയുന്ന ടൈം പുറത്ത് വരും. ബാക്കി ഇൻ്റഗ്രൽ എന്ത് വരും? ബാക്കി അകത്ത് കിടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇൻ്റഗ്രലിൻ്റെ അകത്ത് വരുന്നത് r³ dr മാത്രമായിരിക്കും ഇൻ്റഗ്രലിൻ്റെ അകത്ത് വരുന്നത്. ഇൻ്റഗ്രൽ r³ dr 0 to r ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ r³ dr എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? r⁴ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. സോ ഇൻ്റഗ്രൽ r³ dr ചെയ്തപ്പം r⁴/4 എവിടെ വരെ? 0 to r വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ലോവർ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്തപ്പം 0 ആണ്. ഫുൾ അങ്ങ് ഡിലീറ്റ് ആയി പൊക്കോളും. ഇനി ഇതിനെ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. പൈ ടോ സ്ക്വയർ ഇൻറ്റു എൽ r² ബൈ 4g. ഇവിടുത്തെ r² സ്ക്വയറും ഇവിടെ r⁴ ആണ്. രണ്ടും കൂടെ കട്ടായി പോയിട്ട് ന്യൂമറേറ്ററിൽ r² ആയിട്ട് മാറും. അത് എന്ത് ചെയ്യും? പൈ r² ഇൻറ്റു എൽ ബൈ 4g എന്ന് കിട്ടും. ഇവിടെ ഒരു r²ന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? d/2 എന്ന് എഴുതാം. സോ r²ന് പകരം d/2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അത്ര എഴുതി d/2² എന്ന് എഴുതി. ഇത്ര എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ അകത്തുനിന്ന് ഇനി പൈ ഇൻറ്റു ടോ സ്ക്വയർ എൽ ബൈ 4g ഇൻറ്റു d/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ d² ബൈ 4 എന്ന് കിട്ടും. ഇത്ര എഴുതി. ഇനി എന്ത് ചെയ്യുക? വീണ്ടും റീഅറേഞ്ച് ചെയ്യുക. ടോ സ്ക്വയർ ബൈ 4g ഈ ടേംസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ കിട്ടിയ ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. എന്തായിരിക്കും? ടോ സ്ക്വയർ ബൈ 4g ഒരുമിച്ച് എഴുതുക. അതാണ് ടോ സ്ക്വയർ ബൈ 4g. ബാക്കിയുള്ള ടൈംസ് ഏതൊക്കെയാണ്? പൈ ഇൻറ്റു d² ബൈ 4 ഒരുമിച്ച് എഴുതി. പൈ ഇൻറ്റു d² ബൈ 4 ഇൻറ്റു എൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് എഴുതാം. ടോ സ്ക്വയർ ബൈ 4g ഇൻറ്റു പൈ d² ബൈ 4 ഇൻറ്റു എൽ എന്ന് എഴുതാം. ഇതിൻ്റെ അകത്ത് പൈ d² ബൈ 4 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോളിയം v ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ടോ സ്ക്വയർ ബൈ 4g ഇൻറ്റു വി എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ടോ സ്ക്വയർ ബൈ 4g ഇൻറ്റു വി. അപ്പം എന്തായിരിക്കും? ഒരു ടോർഷൻ്റെ കേസ് നമ്മൾ എടുത്തപ്പം എന്താണ്? ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി നമ്മൾ കൺസിഡർ ചെയ്തത് ടോർഷണൽ ലോഡിൻ്റെ കേസിലാണെങ്കിൽ u = ടോ സ്ക്വയർ ബൈ 4g ഇൻറ്റു വി. ഷിയർ ലോഡിൻ്റെ കേസിലായിരുന്നെങ്കിൽ ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വി ആയിരുന്നു. നമ്മുടെ ടോർഷണൽ ലോഡിൻ്റെ കേസിലെത്തിയപ്പം ടോ സ്ക്വയർ ബൈ 4g ഇൻറ്റു വി ആണ്. സോ ഈ രണ്ട് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ്. ടോ സ്ക്വയർ ബൈ 4g ഇൻറ്റു വി ആണ് ടോർഷണൽ ലോഡിൻ്റെ കേസിലുള്ള സ്ട്രെയിൻ എനർജി എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചോണം. ഇതൊരു സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിലാണ് നമ്മൾ പഠിച്ചത്. ഇത് പഠിച്ചെങ്കിൽ ഇനി നമുക്ക് ഹോളോ ഷാഫ്റ്റ് വന്നാലും ഈസി ആയിട്ട് ചെയ്യാം. കാരണം സെയിം മെത്തേഡ് തന്നെയാണ് ഹോളോ ഷാഫ്റ്റിലും. ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? റേഡിയസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ എടുക്കുന്ന സമയത്ത് ഡീന്ന് എടുക്കാതെ ഡി ഔട്ടറും ഡി ഇന്നറും രണ്ടായിട്ട് എടുത്താൽ മതി. റേഡിയസും ഡയമീറ്റർ എടുക്കുമ്പോൾ ഡി ഇന്നറും ഡി ഔട്ടറും കൂടെ കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രെയിൻ എനർജി ഇൻ എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. നോക്കേണ്ടവർക്ക് അതും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു മെത്തേഡ് ബാക്കി ഇവിടെ വരെ സെയിം ആണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള സ്റ്റെപ്പ് സെയിം ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നിടം തൊട്ടാണ് മാറുന്നത്. ഓക്കെ.
ആ ഒരു രീതി നിങ്ങൾ എന്താ പഠിച്ചവർ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് നോക്കി പോവുക. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കാം. സോ അതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ ഇതായിരിക്കും, u is equal to tau square by 4g into വോളിയം ഇൻറ്റു d2 സ്ക്വയർ പ്ലസ് d1 സ്ക്വയർ ബൈ d2 സ്ക്വയർ എന്നും കൂടി വരും. d2 സ്ക്വയർ പ്ലസ് d1 സ്ക്വയർ ബൈ d2 സ്ക്വയർ എന്നൊരു എക്സ്പ്രഷൻ കൂടെ എക്സ്ട്രാ വരും. അപ്പം d2 എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ ആണ്, d1 എന്ന് പറഞ്ഞാൽ ഇന്നർ ഡയമീറ്റർ ആണ്. സോ ഇതാണ് ഹോളോ ഷാഫ്റ്റിൻ്റെ കേസ്. സോളിഡ് ഷാഫ്റ്റ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മൾ കണ്ടാൽ മതി. വോളിയത്തിൻ്റെ ടൈം വരുമ്പം ഔട്ടറും ഇന്നറും കൂടെ കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ബാക്കി ബെൻഡിങ്, ഇപ്പോൾ നമ്മൾ ഷിയറും ടോർഷനും പഠിച്ചു, അതേപോലെ ബെൻഡിങ് വരുന്നുണ്ട്, അതും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.